ഹലോ, ഇന്ന് നമ്മൾ കടലമിഠായി ഉണ്ടാക്കാനാണ് പോണത്. എന്താണെന്നറിയില്ല, നമുക്ക് ശരിയാകുമോ നോക്കാം. ഞാൻ ആദ്യമായിട്ടാണ് കടലമിഠായി ഒന്ന് ഉണ്ടാക്കി വെക്കുന്നത്. ആദ്യം ഉപ്പിൽ വെതറിയാണ്ട് കടല നന്നായിട്ട് കഴുകി, എന്നിട്ട് അത് ഉപ്പ് വെതറിയാണ്ട് ഇപ്പോൾ വറുത്തുകൊണ്ട് നിൽക്കണം. നല്ലോണം വറുത്ത് കുറച്ച് കഴിഞ്ഞെങ്കിൽ കുറച്ച് മാറ്റി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞെങ്കിൽ അത് അതിൻ്റെ ഉള്ളിലൊക്കെ വറവാകുള്ളൂ. നമ്മൾ നല്ലോണം വറുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ തൊലി ഊരിപ്പോര. അപ്പോൾ തൊലി ഒട്ടിക്കൊണ്ടേ നിൽക്കിയിരിക്കും. അപ്പോൾ ഇതിന് നമുക്ക് ശർക്കര പാനി ഉണ്ടാക്കാം. ഒന്ന് പോന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ കുതിർത്തി അതിൻ്റെ തൊലികളൊക്കെ കളയുകയാണ്. നമ്മൾ ആവശ്യത്തിനുള്ളത് കുറച്ച് മാത്രം എടുത്തുകൊണ്ട് അതിൻ്റെ തൊലികളൊക്കെ നന്നായിട്ട് കളഞ്ഞ് വെള്ള പരിപ്പ് മാത്രമാക്കി അത് ഒരു ചുറ്റും പാത്രത്തിൻ്റെ അടപ്പെടുത്ത് അത്ര കട്ടില്ലാത്തൊരു സാധനം വേണമെന്ന് വിചാരിച്ചെടുത്തുകൊണ്ട് വെറുതെ ഒന്ന് ചെയ്ത് നോക്കുക. ശർക്കര വെള്ളമൊക്കെ പാർന്നപ്പോൾ ശർക്കര വെള്ളം നല്ലോണമല്ല മാതിരി തോന്നി. അപ്പോൾ ഇത് കുറച്ചും കൂടി ശർക്കര പാനി കൂടി കുറച്ച് ശർക്കര നട്സും കൂടി ഇട്ടുകൊടുത്തു. അപ്പോൾ ഇതെല്ലാം സെറ്റാകാൻ വെച്ചിട്ടുണ്ട്. സെറ്റാകാൻ വെക്കുകയാണ്, ഒന്ന് താത്തി കൊടുക്കുകയാണ്. ഒരു കോല് വെച്ചിട്ട് നന്നായിട്ട് ഉള്ളിലൊക്കെ നല്ലോണം ഫില്ലിങ് ആകാൻ വേണ്ടിയാണ് കാട്ടി കൊടുത്തതാണ്. ഇപ്പോൾ നോക്കുമ്പോൾ സെറ്റായ മാതിരിയൊക്കെ തോന്നി. പക്ഷേ എങ്ങനെ ചിരിച്ചു നോക്കുമ്പോൾ അത് മറിയാണ്, അതൊന്നായിട്ട് പൂരാണ്, ആയിട്ടില്ല. അപ്പം എന്തോ ശർക്കര വെള്ളം ഏറിയെന്നോ എന്തറിയില്ല. എന്തായാലും ഇങ്ങനെ കോരി കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. ശർക്കരയും കടലല്ലേ, നല്ല യമ്മി ടേസ്റ്റ്, ഭയങ്കര രസമുണ്ട് ഇങ്ങനെ കഴിക്കാനും. അപ്പോൾ ശരി, അപ്പോൾ ബായ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇൻഷാ അല്ലാഹ്.